നമുക്കൊരു സ്ട്രെസ് ഫ്രീ ആയ ഒരു സംരംഭകനായി മാറാൻ സാധിക്കും. വളരെ ആഴത്തിലുള്ള ഒരു പഠനമാണ്, സമയമെടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എല്ലാവരും തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, എങ്ങനെ നല്ല ഒരു സംരംഭകനാകാം എന്ന ഒരു പഠനം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് സംരംഭം നമ്മുടെ കയ്യിലാണ്. അതുകൊണ്ട് ആരാണ് നന്നാവേണ്ടത്? ആദ്യം ബിസിനസ് അല്ല നന്നാവേണ്ടത്, ബിസിനസ് കൊണ്ട് നടക്കുന്ന ബിസിനസ്സുകാരനാണ്. അപ്പൊ ഒരാൾ ചിന്തിക്കുമോ, എനിക്ക് ബിസിനസ് ഒന്നും ഇല്ലല്ലോ, ഞാൻ സംരംഭം ഒന്നും ചെയ്യുന്നില്ലല്ലോ. ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, എല്ലാവരും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ഇടപാട് നടത്താത്തവരായിട്ട് ഒരാളുമില്ല. നമ്മളൊരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെങ്കിൽ നമ്മൾ അവിടെ ബിസിനസ്സാണ് നടത്തുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഫാക്ടറി തുടങ്ങണമെന്നൊന്നുമില്ല, എല്ലാം ബിസിനസ് തന്നെയാണ്. എല്ലാം ഒരു കുടുംബത്തിൽ നടക്കുന്നത് എന്താണ്? അവിടെയും കൊടുക്കൽ വാങ്ങലുകളാണ്. കാര്യമല്ല, ബിസിനസ് തന്നെയാണ് ഈ പ്രപഞ്ചവും നമ്മളോട് ചെയ്യുന്നത്. ബിസിനസ്സുകാർ കുടുംബത്തിലാവട്ടെ, അയൽവശത്ത്, അതല്ലെങ്കിൽ അത് ഇനി നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ തൊഴിലായിക്കോട്ടെ, ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ബിസിനസ് ചെയ്യുന്ന നമ്മൾ ശ്രമിച്ചേ പറ്റൂ. അപ്പൊ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രധാനം. ഇപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരും ഞാൻ പറയിപ്പിച്ചു. എന്താ പറയിപ്പിച്ചത്? എല്ലാ ദിവസവും എന്റെ മേലിലുള്ള നിയന്ത്രണം എനിക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശീലനത്തിൽ എല്ലാ ദിവസവും അല്പസമയം ഞാൻ ഏർപ്പെടും. ഞാൻ അതിൽ ഇൻവോൾവ് ആവും. അതായത് എന്നെ നിയന്ത്രണം എന്റെ കയ്യിൽ വരുവാൻ, എന്റെ വിജയത്തിന്റെ താക്കോൽ എന്റെ കയ്യിൽ വരുവാനുള്ള ഈ ഒരു ആക്ടിവിറ്റീസിൽ എന്നെ നിയന്ത്രിക്കുവാനുള്ള, എന്റെ നിയന്ത്രണം എന്റെ കയ്യിൽ കിട്ടുവാനുള്ള പരിശീലനത്തിൽ എല്ലാ ദിവസവും ഞാൻ ഏർപ്പെടുമെന്ന് നിങ്ങളെ കൊണ്ട് ഞാൻ ആണയിട്ട് പറയിപ്പിച്ചു. ആ പറയിപ്പിച്ച ആ വാക്ക്, നിങ്ങളോട് പറയിച്ച വാക്ക് നിങ്ങൾ നാളെ മുതൽ ലംഘിക്കുവാൻ നടക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞ വാക്കല്ല, നമുക്ക് നൽകിയ വാക്ക്, ശക്തമായ വാക്ക്, നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പുള്ള വാക്ക്. അതുകൊണ്ടാണ് നമ്മളോട് തന്നെ പറഞ്ഞത്. ഈ വാക്ക് നമ്മൾ ലംഘിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് അമ്പലത്തിലും പള്ളിയിലും പോയിട്ട് ദൈവമേ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ദൈവവും രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ തന്നെ നിങ്ങളെ രക്ഷിക്കുവാൻ റെഡിയല്ല. നിങ്ങൾ തന്നെ നിങ്ങളെ രക്ഷിക്കുന്നില്ല. നിങ്ങളെ ശിക്ഷിക്കുകയാണ്. നിങ്ങളോട് വഞ്ചന കാണിക്കുകയാണ്. കാരണം നമ്മളോടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്ക് നമ്മൾ പാലിക്കണം. മൈ ഡിയർ ഫ്രണ്ട്സ്, അതാണ് ഒരു സംരംഭകൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് നമ്മളൊരു വാക്ക്, ഒരു കമാൻഡ്, ഒരു തീരുമാനം, ആ തീരുമാനം നമ്മളിൽ നടപ്പാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആ തീരുമാനം നമ്മൾ നടപ്പാക്കിയേ പറ്റൂ. അത് ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ദൈവത്തിനോ ഗവൺമെന്റിനോ നാട്ടുകാരെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എല്ലാവരും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് നല്ല ഒരു ബിസിനസ്സുകാരനാവാം, എങ്ങനെ നമുക്ക് നല്ലൊരു സംരംഭകനാവാം, എങ്ങനെ നമുക്ക് നല്ലൊരു കുടുംബ ജീവിതം നയിക്കാം, എങ്ങനെ നമുക്ക് നല്ലൊരു രാഷ്ട്രീയക്കാരനാവാം. എല്ലാത്തിനും ഇന്നത്തെ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ഫിറ്റാണ്. എല്ലാത്തിനും ഇത് മതി. അപ്പൊ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജീവിതം, നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥ, ഇത് എന്ന് പറയുന്നത്, ഇത് സർവശക്തനായ ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് ആയിട്ട് കാണണം. എത്രയോ ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല, ഈ രൂപത്തിലുള്ള ജീവിതം കിട്ടിയിട്ടില്ല. കണ്ണു കാണാത്തവരും എന്താ പറയാ, ഞാൻ അവരെ ഒന്നും ആക്ഷേപിക്കുകയല്ല. ജീവിതത്തിൽ ഇപ്പോൾ വേദന കൊണ്ട് പുളയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തിരിച്ചറിയേണ്ടത്, ഈ ജീവിതം എന്നത് ഒരു ഗിഫ്റ്റാണ്. പഠനം പറയുന്നത്, പ്രത്യേകിച്ച് ഡെൽ കാർനെഗിയുടെ ഹൗ ടു എൻജോയ് യുവർ ലൈഫ് എന്ന പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നത് 95% ആളുകളും
മോർ ദാൻ 95% പീപ്പിൾ, 95% അധികം ആളുകളും അവരുടെ 5% പോലും പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കുന്നില്ല. ഡെൽ കാർനെഗി വെറുതെ പറയുന്നതല്ല. അദ്ദേഹം ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുകയാണ്, 5% പൊട്ടൻഷ്യാലിറ്റി മാത്രമേ ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നുള്ളൂ. റിച്ച് ആയിട്ടുള്ള പീപ്പിൾ, അതുകൊണ്ടാണ് ബിസിനസ്സിൽ വിജയിച്ച ആളുകൾ കുറയാൻ കാരണം. അതുകൊണ്ടാണ് സംരംഭങ്ങൾ തുടങ്ങിയാൽ പെട്ടെന്ന് പൂട്ടിപ്പോകുവാൻ കാരണം. അതുകൊണ്ടാണ് ഓരോ വർഷവും ഓരോ സംരംഭം അടുത്ത വർഷമാകുമ്പോഴേക്കും അതിന് പൂട്ടിട്ടു, അല്ലെങ്കിൽ നഷ്ടത്തിലോട് പോയി. അതിന് കാരണം 5% പൊട്ടൻഷ്യാലിറ്റി മാത്രമേ മനുഷ്യൻ ഉപയോഗിക്കുന്നുള്ളൂ. ഈ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കുവാൻ അറിയുന്നവരാണ് റിച്ചായിട്ട് മാറുക. അതെങ്ങനെ ഉപയോഗിക്കാം? നമ്മൾ പഠിക്കാൻ പോവാണ്. 5% പൊട്ടൻഷ്യാലിറ്റി അത് 10% മാറ്റുമ്പോൾ അതനുസരിച്ചുള്ള ബെനിഫിറ്റ് വരും. അത് 50 മാറ്റുമ്പോൾ അതിനനുസരിച്ച് വരും. എന്നാൽ 95% ആളുകൾക്കും ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നാം തിരിച്ചറിയേണ്ടത് ഈ പൊട്ടൻഷ്യാലിറ്റിയെ ഇങ്ങനെ വികാസം കൊടുത്ത് ഇതിനെ ഇങ്ങനെ വികസിപ്പിച്ച് അതിനെ മാക്സിമം ലെവലിലോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ക്ലാസ് കേട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. 40, 50, 60, 70 വർഷം പഴക്കമുള്ള നമ്മുടെ മനസ്സ് ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. എന്നാൽ ഞാനിപ്പോ പറയാൻ പോകുന്ന ജീവിതത്തിന്റെ മാക്സിമം പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ നമ്മുടെ ലൈഫിനെ വികാസത്തിലോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതിന് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചില കമാൻഡ്മെന്റുകൾ, ചില പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ചില ഓർഡറുകൾ ആര് കൊടുക്കണം? നമ്മൾ തന്നെ നമ്മളോട് കൊടുക്കണം. ചില കൽപ്പനകൾ ആര് കൊടുക്കണം? നാട്ടുകാർ കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ആര് കൊടുക്കണം? നമ്മളോട് കൊടുക്കണം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം നമ്മളിൽ നടപ്പാക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾക്കാണോ അല്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ്. നിങ്ങൾക്കാണോ അല്ലേ? ഒരു കാര്യം നടപ്പാക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ആ കാര്യം നടപ്പാക്കുക എന്നുള്ളതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണോ അല്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് അറിയണമല്ലോ. ആ കാര്യം നടപ്പാക്കുവാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നിങ്ങൾക്കാണോ അല്ലേ? പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്ത്. പ്ലീസ് ടൈപ്പ് എവരിബഡി. എല്ലാവരും ടൈപ്പ് ചെയ്ത്. ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ബിസിനസ്സിൽ വിജയിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ആദ്യം നിങ്ങളൊരു കൽപ്പന പറഞ്ഞു. നമ്മളിൽ തന്നെ നടപ്പിലാക്കേണ്ട ആദ്യത്തെ ഒരു കൽപ്പന എന്ന് പറയുന്നത് നമ്മളെ നിയന്ത്രിക്കുവാൻ ഉള്ള കഴിവ് നേടിയെടുക്കുവാൻ എല്ലാ ദിവസവും അല്പസമയം ചെലവഴിക്കണം എന്ന കൽപ്പന നിങ്ങളോട് കൊടുക്കണം. അത് കൊടുത്തിട്ട് നാളെ വീണ്ടും അതിനുവേണ്ടി സമയം ചെലവഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി ഉപയോഗിക്കുന്ന അവസ്ഥയിലോട്ട് നിങ്ങൾ പോകില്ല. ഇപ്പോ എന്താ അവസ്ഥയിലാണ് ഉള്ളത്? അതേ അവസ്ഥയിൽ തന്നെ അവിടെ നിൽക്കും. വളരെ ഗൗരവത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഈ കമാൻഡ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ടത് അത് ദൈവത്തിന്റെ ഒരു കമാൻഡ്മെന്റ് ആയിട്ട് നമ്മൾ കാണണം. നമ്മളോട് തന്നെ കൊടുക്കുന്ന സെൽഫ് ഓർഡർ ആയിട്ട് നമ്മൾ കാണണം. നമുക്ക് തന്നെ നൽകുന്ന ഒരു വാല്യൂ ആയിട്ട് നമ്മൾ കാണണം. മരണം വരെ ഈ കമാൻഡ്മെന്റ് നമ്മൾ ബ്രേക്ക് ചെയ്യാനേ പാടില്ല. ഈ കമാൻഡ്മെന്റ് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി കഴിഞ്ഞു കഥ. അതുകൊണ്ട് നിങ്ങൾക്ക് നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമാൻഡ്മെന്റ് ഞാനിപ്പോൾ പറയാൻ പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡ്മെന്റ്. ഈ കമാൻഡ്മെന്റ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഈ കമാൻഡ്മെന്റ് നിങ്ങളോട് ചെയ്യുകയും ഈ കമാൻഡ്മെന്റ് നിങ്ങളിൽ നടപ്പാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സംരംഭം തഴച്ചു വളരും. കാരണം നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി ഉയരും. കാരണം പൊട്ടൻഷ്യാലിറ്റി ഇപ്പോൾ 5% താഴെയാണ് നമുക്കുള്ളത്. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പല തീരുമാനങ്ങൾ എടുക്കും, തീരുമാനം എടുത്തതൊന്നും നടപ്പാക്കില്ല.
നമ്മളൊക്കെ ഇന്റലിജൻസ് പീപ്പിൾ, ഞാൻ അതിലോട്ട് പോകും. നമുക്കെല്ലാം അറിയാം, പക്ഷെ വി ആർ നോട്ട് റെഡി ടു ടേക്ക് ആക്ഷൻ. അതുകൊണ്ട് തിരിച്ചറിയുക, ഒന്നാമതായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ കൊടുക്കേണ്ട കമാൻഡ്മെന്റ്, അത് ഡിക്ലെയർ യുവർ എക്സ്പയറി ഡേറ്റ്. എന്താണ് ഇത് കുറച്ച് വിശദീകരിച്ച് പഠിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തിയും തിരിച്ചറിയുക, എല്ലാത്തിനും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്, ഒരു കാലാവധിയുണ്ട്. ഈ കാലാവധി നിങ്ങൾ തന്നെ പ്രഖ്യാപിക്കണം. അതെങ്ങനെ പ്രഖ്യാപിക്കും? എന്താണ് ഈ കാലാവധി? ഉദാഹരണമായിട്ട് ഒരാൾക്ക് ഡിഗ്രി ഉണ്ട്, PG ഉണ്ട്, PhD ഉണ്ട്, എല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ പിന്നെ പുസ്തക വായനയില്ല, റെഫറൻസ് ഇല്ല, അയാള് എക്സ്പയർ ആയി കഴിഞ്ഞു. ഒരു പുതിയതായിട്ടൊരു കാര്യം പഠിക്കുന്നില്ല, അയാൾ എക്സ്പയർ ആയി കഴിഞ്ഞു. ഞാൻ മനസ്സിലാക്കുന്നത്, എന്തുകൊണ്ട് ബിസിനസ്സിൽ പരാജയപ്പെടുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ എക്സ്പയർ ആയി ഉണ്ടാവുന്ന സംഗതി എന്താ? എക്സ്പയർ ആയിട്ടുള്ള മരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാവുന്ന സംഭവം എന്താ? എക്സ്പയർ ആയിട്ടുള്ള മരുന്ന് ഉപയോഗിച്ചാൽ, ഒന്ന്, അതുകൊണ്ട് ഗുണം കിട്ടില്ല, അസുഖം മാറില്ല, കാരണം എക്സ്പയർ ആയി. രണ്ട്, എക്സ്പയർ ആയിട്ടുള്ള മരുന്ന് ഉപയോഗിച്ചാൽ വരുന്ന രണ്ടാമത്തെ കാര്യം എന്താ? അപകടം. രോഗം മാറില്ല എന്ന് മാത്രമല്ല, ചിലപ്പോ മരുന്ന് കുടിച്ച് പ്രശ്നം ഉണ്ടാവും, ഡോക്ടർ നോക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, അയാൾ ജയിലിൽ പോകും. ആ മരുന്ന് വിറ്റാൽ ജയിലിൽ പോകും. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അപകടമാണ് സംഭവിക്കാൻ പോകുന്നത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ടവരെ, മരണമാണ്, അല്ലെങ്കിൽ ഗുണമില്ലായ്മയാണ്. അപ്പോ വായനയില്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ചെറിയ ചിന്ത, 5 വർഷം മുമ്പ് 10 വർഷം മുമ്പ് ചിന്തിച്ച അതേ ചിന്താഗതി, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ എക്സ്പയറി ഡേറ്റ് പ്രഖ്യാപിച്ചേ മതിയാവും. അതായത് നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് ഇപ്പോൾ ഓൾറെഡി തീർന്നിട്ടുണ്ട്. നമ്മുടെ ബിസിനസ് മോഡൽ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, എന്ത് ട്രെയിനിങ്, അതൊക്കെ അവരുടെ എന്തോ ഉദ്ദേശത്തിന് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് അങ്ങ് മാറിക്കളിയും. അതായത് അവർക്ക് ഒരു അപ്ഡേഷന് വേണ്ടി ഒരു കാര്യവും ചെയ്യില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാണ് പോകുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, യുവർ ബിസിനസ് മോഡൽ, യുവർ ഡീലിംഗ് വിത്ത് കസ്റ്റമേഴ്സ്, യുവർ ഫാമിലി, യുവർ സെൽഫ്, ഈ രൂപവും ഈ ഭാവവും ഈ വഴിയും ഈ സ്റ്റൈലും ഒക്കെ എക്സ്പയർ ആയി പോയി. മൈ ഡിയർ ഫ്രണ്ട്സ്, എക്സ്പയർ ആയി കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഗുണമില്ല. നിങ്ങൾ ഇന്നലെ വരെ ചെയ്തിരുന്ന നിങ്ങളുടെ ബിസിനസിന്റെ, നിങ്ങൾ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആ മോഡൽ, അത് എക്സ്പയർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് പുതിയ ബിസിനസ് കിട്ടാത്തത്. നിങ്ങൾ കസ്റ്റമേഴ്സിനോട് സംസാരിക്കുന്ന ആ മോഡൽ, ആ രൂപം, കസ്റ്റമേഴ്സിനെ നിങ്ങളോട് അട്രാക്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈൽ, അത് എക്സ്പയർ ആയി, അതിന്റെ കാലാവധി കഴിഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ട് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, കുടുംബവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്, അത് എക്സ്പയർ ആയി. അതുകൊണ്ട് പുതിയ രൂപത്തിലോട്ട് മാറിയേ പറ്റൂ. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഇല്ലേ എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം നമുക്കാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണം, ലൈഫിൽ ഒരു ഗുണമില്ല, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, അതുമല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻ, ഇതൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ എങ്കിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഇതേ രൂപത്തിൽ അവനവന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. ആരെങ്കിലും തന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാറുണ്ടോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. പ്ലീസ് ടൈപ്പ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് അറിയണല്ലോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്ന് ഒരുത്തരും ചെക്ക് ചെയ്യാറില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോ എന്ന് ചെക്ക് ചെയ്യാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നു മനുഷ്യൻ. ദുരന്തങ്ങളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുന്നു മനുഷ്യൻ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പിന്നീടുള്ള അവന്റെ പ്രവർത്തനം കൊണ്ട് ഒരു ഗുണമില്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതുപോലെ തന്നെയല്ല ഇപ്പം പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഞാൻ അപ്ഡേറ്റ് ചെയ്തു, എക്സ്പയർ ആയിപ്പോയി. കഴിഞ്ഞ വർഷത്തെ അതന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഈ ക്ലാസ്സുകളിലോ ഈ പരിപാടിയിലൊന്നും ഒരാളുണ്ടാവില്ല. ഞാൻ എക്സ്പയർ ആയി എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഓരോ ദിവസവും എന്റെ എക്സ്പയറി ഡേറ്റ് ഇന്നാണ്. ഇന്ന് ഈ സെഷൻ ചെയ്താൽ ഞാൻ പുതിയതിലോട്ട് പോവും, നാളെ പുതിയതിലോട്ട് പോവും.
ഇങ്ങനെ എക്സ്പയറി ഡേറ്റ് തിരിച്ചറിയുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഈ നരകത്തിൽ നിന്നും ആഴത്തിലോട്ട് പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വൈസ് പീപ്പിൾ രണ്ട് രൂപത്തിലുള്ള ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് ഇന്റലിജൻസ് പീപ്പിൾ ഉണ്ട്, വൈസ് പീപ്പിൾ ഉണ്ട്. അപ്പോ ഇന്റലിജൻസ് പീപ്പിളിനെ ആർക്ക് വേണം? ഇന്റലിജൻസ് പീപ്പിളിനെ നമുക്ക് വേണ്ട. അവർക്കെല്ലാം അറിയാം. രാവിലെ എഴുന്നേൽക്കണമെന്നറിയാം, പഠിക്കണമെന്നറിയാം, വ്യായാമം ചെയ്യണമെന്നൊക്കെ അറിയാം. പക്ഷേ ഈ വിഡ്ഢികൾ എന്ത് ചെയ്യുമെന്നറിയുമോ? അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ കെട്ടിപ്പൂട്ടി വെക്കുക എന്നതല്ലാതെ അവർ ഒരു പരിപാടിയും ചെയ്യില്ല. അതുകൊണ്ട് വൈസ് പീപ്പിളിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനുള്ളൂ. വൈസ് പീപ്പിളിന് മാത്രമേ കൺസിസ്റ്റൻസി ഉണ്ടാവൂ. വൈസ് പീപ്പിൾ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുകയുള്ളൂ. വൈസ് പീപ്പിളിന് മാത്രമേ പണം ഉണ്ടാവുകയുള്ളൂ. വൈസ് പീപ്പിളിന് മാത്രമേ സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. വൈസ് പീപ്പിളിന് മാത്രമേ ആളുകളെ സ്വാധീനിക്കാൻ പറ്റൂ. അവർക്ക് മാത്രമേ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റൂ. അവർ മാത്രമേ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുമ്പോൾ, ഈ ലോകം വിട്ടു പോകുമ്പോൾ ഇവിടെ അടയാളം അവശേഷിച്ചു വെക്കുന്നവർ വൈസ് പീപ്പിൾ ആയിരിക്കും. ഒരിക്കലും ഇന്റലിജൻസ് പീപ്പിൾ അല്ല. ലോകം ഇന്റലിജൻസ് പീപ്പിളിനെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഒരു ഗുണവുമില്ലാത്ത ആളുകൾ. വൈസ് പീപ്പിൾ യൂസ് എവറി ഓപ്പർച്യൂണിറ്റി. ഉദാഹരണമായിട്ട് ഈ ഒരു സെഷൻ തന്നെ മുഴു സമയവും കേട്ടിരിക്കുവാൻ വൈസ് പീപ്പിളിനെ പറ്റൂ. അവർ അവസരം മുതലെടുക്കും. ഇങ്ങേര് എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്? എന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞെങ്കിൽ അതിന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി, പുതിയതായി റീചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ സമയം ചെലവഴിക്കണം എന്ന് ചിന്തിക്കുന്നവർ വൈസ് പീപ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ തിരിച്ചറിയാൻ എനിക്ക് ഇന്ന ഷോർട്ടേജ് ഉണ്ട്. തിരിച്ചറിഞ്ഞാൽ അവർ ആ ഷോർട്ടേജ് നികത്താൻ വേണ്ടി അപ്പോൾ തന്നെ ശ്രമം നടത്തും. ഉദാഹരണമായിട്ട് ഒരു വൈസ് പീപ്പിൾ ആണെങ്കിൽ അദ്ദേഹം തിരിച്ചറിഞ്ഞു, എനിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല, എന്റെ ടീമിനെ നയിക്കുവാനുള്ള ക്വാളിറ്റി എന്റെ കയ്യിൽ ഇല്ല. അതുകൊണ്ട് എനിക്ക് ഒരു ലീഡർഷിപ്പ് സ്കില്ല് പഠിച്ചെടുക്കണം. അതിന് എത്ര പേയ്മെന്റ് മുടക്കാനും അയാൾ റെഡി ആയിരിക്കും. എവിടെ പോകുവാനും അയാൾ റെഡി ആയിരിക്കും. അത് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അമേരിക്കയിലെ ഉള്ളതെങ്കിൽ അവിടെ പോകും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാര്യം, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. ഐ ഹാവ് ഷോർട്ടേജ് ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ വേ ഓഫ് മൈ പ്രസന്റേഷൻ ഈസ് റോങ് എന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എന്റെ ഡ്രസ്സിങ്ങിൽ, എന്റെ ബിഹേവിയറിൽ ഒക്കെ മാറ്റം വരുത്തണമെന്ന് വൈസ് പീപ്പിളിന് മനസ്സിലായാൽ അവർ റാപ്പിഡ് ആക്ഷൻ എടുക്കും. ഒരു നിമിഷം പോലും വൈകിക്കില്ല. കാരണം അവരെപ്പോഴും അവരുടെ എക്സ്പയറി ഡേറ്റ് അറിയുന്ന ആളുകളാണ്. ഇന്റലിജൻസ് പീപ്പിൾ പറയുക മാത്രമേ ഉള്ളൂ, അങ്ങനെ ചെയ്താൽ വളരെ നന്നാവും, പക്ഷെ അവർ ചെയ്യില്ല. എല്ലാ ദിവസവും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്നത് വളരെ നല്ല കാര്യമാണ്, ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പിന്നെ താൻ എന്താ എഴുന്നേൽക്കാത്തത്? ഞാൻ തലേന്ന് ഉറക്കം, അത് വഴുകി, ഇത് വഴുകി. അത് ഇന്റലിജൻസ് ആണ്. അവന്റെ സമയം വെറുതെ പാഴാക്കുന്നു, ഒരു ഗുണവുമില്ലാതെ. ഇന്റലിജൻസ് പീപ്പിൾസ് അവർ വാദിക്കുക മാത്രമേ ഉള്ളൂ. എനിക്കിതൊക്കെ വേണം, ഇങ്ങനെയൊക്കെ ചെയ്താൽ വിജയിക്കുമെന്ന് അവർക്കറിയാം, പക്ഷെ ചെയ്യില്ല. they waste lots of time without action. ഒരു പണിയും ചെയ്യാതെ. അവർക്കറിയാം. ചില ആൾക്കാരുണ്ട്, ഒന്നും ചെലവഴിക്കുവാൻ റെഡിയല്ല. they are not willing to sacrifice anything. ഒക്കെ ഇങ്ങോട്ട് വന്നാൽ നോക്കാം, അങ്ങോട്ട് പോയിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സൗജന്യത്തിന് പിന്നിൽ മാത്രം പോകുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഇന്റലിജൻസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് വേണ്ട. അവരാണ് സമൂഹത്തിൽ കൂടുതലുള്ളത്. എല്ലാം അറിയാം, പക്ഷേ അവർ ആക്ഷൻ എടുക്കില്ല. അവരുടെ സമയം, ഒരുപക്ഷെ അവർക്ക് 40 വയസ്സ് 50 വയസ്സാണെങ്കിൽ ഈ 50 വർഷം അവർ പാഴാക്കി കളഞ്ഞു. അവർക്കറിയാം ലൈഫിനെ മാറ്റേണ്ടത് എങ്ങനെ, പക്ഷെ അവർ ആക്ഷൻ എടുത്തില്ല. മനസ്സിലായില്ലേ? they may read. അപ്പൊ അവരെന്താണെന്നറിയോ? അവരൊരു പക്ഷെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ അവർ റെഡിയാവും, പക്ഷെ അവരെ ആക്ഷൻ എടുക്കൂല. നിങ്ങൾ വല്ല ഉപദേശവും പോയിട്ട് ചോദിക്കുകയാണെങ്കിൽ തൊണ്ടയിലെ വെള്ളം വെറ്റുന്നത് വരെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അതാണ് നല്ലത്, ഇതാണ് നല്ലത്. അവിടെ അവൻ പോയപ്പോൾ എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുക്കുവാൻ ഇവൻ അറിയാം. ഇവരിത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, പക്ഷെ അവൻ ആക്ഷൻ എടുക്കില്ല.
പക്ഷെ വൈ പീപ്പിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇന്റലിജൻസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവൻ കഴിഞ്ഞ വർഷത്തും അവൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരുപോലെ. 10 വർഷം മുമ്പ് കണ്ട ഒരു സുഹൃത്തിനോട് പറയാണ്, എടോ തന്നെ എത്ര കാലമായി കണ്ടിട്ട്, ഒരു 10 വർഷമൊക്കെ ആയില്ലേ നമ്മൾ കണ്ടിട്ട്, നിനക്ക് ഒരു മാറ്റവും ഇല്ലല്ലോടോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എടാ ജീവിക്കുന്ന ശവമേ എന്ന അതിന്റെ അർത്ഥം. വൈസ് പീപ്പിൾ അങ്ങനെയല്ല. വൈസ് പീപ്പിൾ അവർ കഴിഞ്ഞ വർഷത്തെക്കാളും ഈ വർഷം മെച്ചപ്പെട്ടിട്ടുണ്ടാകും. അവരെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എവിടെയും മൂലയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നവരല്ല അവർ. ഞാൻ ഈ ആൾക്കാരെ രണ്ടും കണ്ടിട്ടുണ്ട്. ഇന്റലിജൻസ് പീപ്പിൾ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ മുമ്പ് ഒരു സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് അതിന് ഇടയിൽ നിന്നൊരു ഒരാൾ ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ നോളജ് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ അദ്ദേഹത്തിന്റെ വീട് ഒരു എന്താ പറയാ വളരെ മോശമായിട്ടുള്ള, ഇപ്പോഴും എന്താ പറയാ സിമന്റ് ഒരു പ്ലാസ്റ്റിക് പോലും കഴിയാത്തൊരു വീട്ടിലാണ് പുള്ളി താമസിക്കുന്നത്. എല്ലാ ആശയം പുള്ളിയുടെ അടുത്തുണ്ട്. അയാൾ ഇന്റലിജൻസ് പീപ്പിൾ മാത്രമാണ് എന്ന് തിരിച്ചറിയാം. വൈസ് പീപ്പിൾ അല്ല അവരും. വൈസ് പീപ്പിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവരവരുടെ പൊട്ടൻഷ്യാലിറ്റിയെ ഇങ്ങനെ വർദ്ധിപ്പിച്ച് ഡേ ബൈ ഡേ അത് മാക്സിമം ലെവലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കും. ബിക്കോസ് their life is running on wisdom. കാരണം എന്തുകൊണ്ടാണ് വൈസ് പീപ്പിളുടെ ജീവിതം ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് മനോഹരമായി മുന്നോട്ട് പോകുന്നത്? വൈസ് പീപ്പിളുടെ ബിസിനസ് എന്തുകൊണ്ടാണ് മെച്ചപ്പെടുന്നത്? നമ്മൾ പറയാം. എന്തുകൊണ്ട് മെച്ചപ്പെടുന്നത് ചോദിക്കുകയാണെങ്കിൽ അവർ അവരുടെ വിസ്ഡത്തിന്റെ മേലിലാണ് പണിയെടുക്കുന്നത്. എന്താണ് ഈ വിസ്ഡം? ഞാൻ പറഞ്ഞുതരാം. വാട്ട് ഈസ് വിസ്ഡം? എന്തുകൊണ്ട് ഇന്റലിജൻസ് പീപ്പിൾ 95% അവരുടെ പൊട്ടൻഷ്യാലിറ്റി 95% പൊട്ടൻഷ്യാലിറ്റിയെയും അവർ ഒളിപ്പിച്ചു വെച്ച് അല്ലെങ്കിൽ അത് വേസ്റ്റ് ആക്കി ഈ സമൂഹത്തോട് അവർ ചെയ്യുന്ന ഒരു ദ്രോഹത്തിന് കയ്യും കണക്കൂട്ടോ? പ്രിയപ്പെട്ടവര്, അവർക്ക് നൽകിയ ദൈവം നൽകിയ വരദാനമായ ഈ ജീവിതത്തിൽ അവർക്ക് നൽകിയ പൊട്ടൻഷ്യാലിറ്റി ഇത് മുഴുവനും വേസ്റ്റ് ആക്കി കളയുന്നു ഇന്റലിജൻസ് പീപ്പിൾ. വൈസ് പീപ്പിൾ ആവട്ടെ, അവർ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും, അവരെപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷത്തെ ആളാവില്ല അവർ ഈ വർഷം, കഴിഞ്ഞ മാസത്തെ ആളാവില്ല അവർ ഈ മാസം. എപ്പോഴും അവർ മാറിക്കൊണ്ടിരിക്കും, അവർ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ ചോദിക്കുകയാണെങ്കിൽ അവർ അവരുടെ വിസ്ഡത്തിന്മേലാണ് പണിയെടുക്കുന്നത്. അവർക്ക് ലഭിച്ച വിസ്ഡം എന്താണ്? വിസ്ഡം എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വിസ്ഡം എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത്, എന്റെ വായിൽ നിന്ന് എന്റെ ശബ്ദം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് എന്റെ വിസ്ഡമാണ്, നിങ്ങളുടെ വിസ്ഡം അല്ല. ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം എന്റെ വിസ്ഡമാണ്, നിങ്ങളുടെ വിസ്ഡം അല്ല. നിങ്ങളിൽ വിജയിച്ച ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വിസ്ഡമാണ്, എന്റെ വിസ്ഡം അല്ല. ശ്രദ്ധിച്ചോളൂ എങ്ങനെയാണ് വിസ്ഡം ഉണ്ടാവുന്നത്. വിസ്ഡം ഉണ്ടാവുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ, ഉദാഹരണമായിട്ട് നിങ്ങൾ ഈ ക്ലാസ് കേട്ടു, ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? നമ്മളോട് പറയുന്ന വാക്കുകൾ നമ്മൾ പാലിച്ചേ പറ്റൂ. ഇത് നിങ്ങൾക്ക് ഒരു ഡാറ്റ മാത്രമാണ്. ഞാൻ കരീം സാറ് ക്ലാസ്സിൽ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എന്ന ഒരു നോളജ്, ഒരു ഡാറ്റ, ഒരു കേവലം ഒരു ഡാറ്റ മാത്രമാണത്. മനസ്സിലായില്ലേ? പഠനം പറയുന്നത് വിത്തിൻ 24 hours 24 മണിക്കൂറിന്റെ ഉള്ളിൽ നിങ്ങൾ കേട്ട ഡാറ്റയിൽ 95% ഡിലീറ്റ് ആയിപ്പോ. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വിസ്ഡം കിട്ടും? എന്നാൽ നിങ്ങൾ ഈ ക്ലാസ് കേട്ട്, അതുകൊണ്ട് എന്റെ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ഞാൻ ഓരോ കോഴ്സിനും ഓരോ മെന്റേഴ്സിനെ വെച്ചിരിക്കുകയാണ്. എന്തിനാ മെന്റേഴ്സിനെ വെച്ചത്? ആ ക്ലാസ് കഴിയുമ്പോൾ ആ മെന്റേഴ്സ് അവരെ വിളിച്ച് ആ ക്ലാസ്സിലെ വർക്ക് ചെയ്യിപ്പിച്ച് അവരെ കൊണ്ട് പണിയെടുപ്പിച്ച്, അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? നിങ്ങൾ കേട്ട ഒരു ക്ലാസ്, ഒരു വർക്ക്ഷോപ്പ്, ഒരു അപ്ഡേഷൻ, ഒരു അപ്ഗ്രഡേഷൻ, ഇത് നിങ്ങൾ കേൾക്കുകയും അത് വീട്ടിൽ പോയി അത് ഒന്നുകൂടി ആവർത്തിച്ച് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒന്നുകൂടി കേൾക്കുകയും അത് നിങ്ങൾ ഒരു പേപ്പറിലോട്ട് മാറ്റുകയും ചെയ്യുമ്പോൾ ഈ ഡാറ്റ പതുക്കെ ഇൻഫർമേഷൻ ആയിട്ട് മാറും. അത് ഇൻഫർമേഷൻ ആയിട്ട് മാറും. എന്നാൽ വിസ്ഡം ആവില്ല.
ഇൻഫർമേഷൻ ആയി മാറും. ഓ ശരി, അപ്പൊ രാവിലെ എഴുന്നേൽക്കണം. അതേപോലെ തന്നെ എനിക്ക് സ്വയം നിയന്ത്രണം കിട്ടുന്നതിന് വേണ്ടി ഞാൻ പരിശീലനത്തിൽ ഏർപ്പെടണം. ഓഹോ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ പാലിക്കണം. ഓക്കെ, എന്റെ എക്സ്പയറി ഡേറ്റ് ഞാൻ ഡിക്ലെയർ ചെയ്തു. ഞാൻ ഇപ്പൊ എക്സ്പയർ ആണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം എന്റെ ലൈഫ് മുന്നോട്ട് പോകുന്നത് ആവശ്യമില്ലാത്ത ഗുണമില്ലാത്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗുണമില്ല. കാരണം എക്സ്പയർ ആയി കഴിഞ്ഞാൽ ഗുണമുണ്ടാവില്ല, പ്രവർത്തനം കൊണ്ട് ഗുണമുണ്ടാവില്ല. അതുകൊണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു, തിരിച്ചറിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഇത് കേട്ടപ്പോൾ അതിശക്തമായിട്ട് എഴുതി വെച്ചാൽ, അല്ലെങ്കിൽ ലോ ഓഫ് മൈ ഡിയർ ഫ്രണ്ട്സ്, അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് എന്റെ വിസ്ഡമാണ്. ലോ ഓഫ് അട്രാക്ഷൻ ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്റെ വിസ്ഡമാണ്. അത് എത്ര ആളുകൾ പേപ്പറിലോട്ട് മാറ്റി, ഒന്ന് സംസാരിച്ച്, എത്ര ആളുകൾ പേപ്പറിലോട്ട് മാറ്റി, എത്ര ആളുകൾ ലോ ഓഫ് അട്രാക്ഷൻ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു? പ്ലീസ് കം ടു മൈ പോയിന്റ്സ്. എനിവൺ? ഓക്കെ ഓക്കെ, അപ്പൊ അത് ഇൻഫർമേഷൻ ആയി. ഓക്കെ മഞ്ജു മാഡം, ഞാൻ ചോദിക്കട്ടെ, അത് ഞാൻ പറയുന്ന വിസ്ഡം എന്ന് പറയുന്നത് അത് വാല്യുബിൾ ആണോ അല്ലേ? യെസ് ഓർ നോ? വാല്യുബിൾ ആണ് സാറേ, വളരെ വാല്യുബിൾ ആണ്. ജീവിതം മാറാൻ അത് 100% പര്യാപ്തമാണോ അല്ലേ? യെസ് ഓർ നോ? തീർച്ചയായും 100 സാറേ, 110%. അപ്പൊ അത് അങ്ങനെ പറയാൻ കാരണം അതിന്റെ ആവേശമാണ്. അതായത് 110% എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം മറ്റൊരു വേർഡില്ല. കാരണം ഞാൻ ആ പറയുന്ന കാര്യങ്ങൾ അത് ലൈഫിൽ കൃത്യമായി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം മാറുമെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഞാൻ ക്ലാസ് കേൾക്കുന്നു, എന്റെ ക്ലാസ് കേൾക്കുന്നു, അപ്പൊ അവർക്ക് ഡാറ്റ മാത്രമേ കിട്ടുന്നുള്ളൂ. ആ ശരിയാണ്, ഒരു പുളകം മാത്രം ഉണ്ടാവും, കുറച്ച് കഴിഞ്ഞാൽ അതങ്ങ് പോകും. അതിനാണ് ഞാൻ മെന്റേഴ്സിനെ വെച്ചുകൊണ്ട് ഇവരോട് എഴുതാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അത് ഇൻഫർമേഷൻ ആവും. ഇൻഫർമേഷൻ, ആ ഇൻഫർമേഷൻ വെച്ച് അവരെന്ത് ചെയ്യുന്നു? ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നാളെ മുതൽ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ ആദ്യം ഒന്നും മാറ്റമൊന്നും കാണില്ല. മനസ്സിലായില്ല? അപ്ലൈ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആണ് നോളജ് ആയിട്ട് മാറുന്നത്, അറിവായിട്ട് മാറുന്നത്. അപ്പൊ അതെന്താവൂല, ആദ്യം ഒന്നും റിസൾട്ട് കാണില്ല. ഇതിപ്പോ അദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണോ? ഏതുപോലെ ഒരു കാർ ഇങ്ങനെയൊക്കെ ഓട്ടണം എന്ന് പറഞ്ഞാൽ അതിന് ക്ലച്ച് പിടിക്കണം, ആക്സൽ കൊടുക്കണം, അതിന് ഇങ്ങനെ കൊടുക്കണം, തിരിയുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇടണം. ഇതൊക്കെ ഒരാൾ പഠിച്ചു എന്ന് നോക്കുക. അത് ഡാറ്റ മാത്രം, അത് നോട്ട്സിൽ എഴുതിയാൽ ഇൻഫർമേഷൻ മാത്രമാണ്. അത് നടപ്പാക്കാൻ വേണ്ടി തുടങ്ങുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്നു? ഫെയിലിയർ സംഭവിക്കുന്നു. ഈ പഠിച്ച മാതിരിയൊന്നും അല്ലല്ലോ, ക്ലച്ച് ഒന്നും കിട്ടുന്നില്ലല്ലോ. അതേപോലെ ബിസിനസ്സിനെ എങ്ങനെ ഉയർത്താം? ആ ബിസിനസ്സിനെ ഉയർത്തുമ്പോൾ നമ്മളെ ഉയർത്തണം. നമ്മൾ ഈ കാര്യം, അതായത് നമ്മൾക്ക് കൊടുക്കുന്ന സജഷൻസുകളെ കൃത്യമായി ഫോളോ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്ന് നിങ്ങളോട് പറയുകയും ആ കമാൻഡ്മെന്റ് നിങ്ങൾ സ്വയം നടപ്പാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജീവിതം മാക്സിമം പൊട്ടൻഷ്യാലിറ്റിയിലോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുന്നു, വേസ്റ്റ് ആണ് ടൈം. നിങ്ങൾ ഇന്റലിജൻസ് പീപ്പിൾ ആയിരിക്കും. ഇന്റലിജൻസ് പീപ്പിൾ വെറും വാചകമടി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവരെ കൊണ്ട് ഈ ലോകത്ത് ഒരു ഗുണം ഉണ്ടാവില്ല. ഗൗരവം പറയും, ഞാൻ അത്രയും ഫീലിങ്ങോട് കൂടിയാണ് ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ പഠിക്കണമെന്നത് എന്റെ ഉള്ളിലുള്ള അതിശക്തമായ തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ്. നിങ്ങൾ എന്റെ ഈ വോയിസിന്റെ ഈ ഫോഴ്സിലൂടെ കാണുന്നത്. നിങ്ങൾ ഇത് കേൾക്കണം, ഇനിയെങ്കിലും മാറണം. ഇതൊക്കെ കേട്ടിട്ടും, ഇതെല്ലാം കേട്ടു, ഇതൊക്കെ പഠിച്ചു, ഇതൊക്കെ മനസ്സിലായി സാർ, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. നാളെയും കളിയും ചിരിയും തമാശയുമായിട്ട് നിങ്ങൾ നന്നാക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? മെന്റേഴ്സിനെ വെച്ചപ്പോ, നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും മെന്റേഴ്സിനെ വെച്ചപ്പോ നമ്മളെ റിസൾട്ട് റേഞ്ച് 98% വർദ്ധിച്ചു. നേരത്തെ ഞാൻ വലിയ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ടായിരുന്നു. പക്ഷെ അപ്ലൈ ചെയ്യുന്നോർത്ത് അവരെന്ത് ചെയ്യും? അവർ ഡാറ്റ കേൾക്കും, പിന്നെ ഇൻഫർമേഷൻ ആക്കി മാറ്റും. പക്ഷെ അപ്ലൈ ചെയ്യില്ല. അപ്ലൈ ചെയ്യാണ്ട് വരുമ്പോൾ എന്ത് സംഭവിക്കും? പഠിച്ചതൊക്കെ വേസ്റ്റ് ആവും. അപ്പൊ ഇപ്പൊ മെന്റേഴ്സിനെ വെച്ചപ്പോൾ അവര് ഒരു ദിവസം പോലും വിടാതെ അവരെ പിന്നാലെ കൂടി അവരെ കൊണ്ട് പണിയെടുപ്പിക്കും.
പണിയെടുപ്പിക്കുമ്പോൾ ആദ്യമൊന്നും സർ ഇതൊന്നും മാറ്റമൊന്നുമില്ല സർ, റിസൾട്ട് ഒന്നും കിട്ടുന്നില്ല സർ എന്നൊക്കെ ആദ്യം പറയും. പിന്നീടല്ലേ ആദ്യം പറഞ്ഞ ആൾക്കാരൊക്കെ മാറ്റി പറയും. അപ്പൊ നോളജ് അങ്ങ് മൂക്കുമ്പോഴാണ് അവസാനം അത് നമ്മുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് വിസ്ഡമായിട്ട് മാറുന്നത്. വിസ്ഡം എന്ന് പറയുന്നത് വെറുതെ കിട്ടുന്ന ഒരു മാങ്ങാത്തൊടിയല്ല മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത്രയും പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴേ ഒരാൾക്ക് വിസ്ഡം കിട്ടൂ. അതുകൊണ്ടാണ് വൈസ് പീപ്പിൾ എപ്പോഴും വിജയിക്കുന്നത്. ഇന്റലിജൻസ് പീപ്പിൾ കേൾക്കും, ഡാറ്റ മാത്രമേ അവരുണ്ടാവുള്ളൂ. 95% ഡാറ്റാസും 24 മണിക്കൂറിന്റെ ഉള്ളിൽ അങ്ങ് പോകും. ഒരു പബ്ലിക് സ്പീക്കിംഗ്, എനിക്ക് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഒരു ഷോർട്ടേജ് ഉണ്ട് എന്ന് ഒരുത്തൻ തിരിച്ചറിഞ്ഞാൽ, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അയാൾ അതിന്റെ സ്റ്റെപ്സുകൾ എങ്ങനെ നിൽക്കണം ഒക്കെ പഠിക്കും. പിന്നെ പബ്ലിക് സ്പീക്കിങ്ങിന്റെ കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് പറഞ്ഞു നോക്കും, കുറെ കയ്യടി, കൂവലും കയ്യടിയും ഒക്കെ കിട്ടും. പക്ഷെ വിടില്ല, അയാൾ വിടില്ല, വീണ്ടും ചെയ്യും, വീണ്ടും ചെയ്യും. പിന്നെ അത് തന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമ്പോൾ ആ വിഷയത്തിൽ അയാൾ ഒരു വൈസ് പീപ്പിൾ ആയിട്ട് മാറും. അപ്പൊ അയാളുടെ പൊട്ടൻഷ്യാലിറ്റി ഉയരും. അങ്ങനെ ബിസിനസ് വിജയിക്കാൻ പറ്റൂ. എങ്ങനെ നിങ്ങളുടെ ബിസിനസ് സ്ട്രെസ് ഫ്രീ ആവാമെന്ന് ഈ ഒരു സെഷൻ കേട്ടപ്പോ ഞാൻ അതിലൊക്കെ പറഞ്ഞിരുന്നു. നിങ്ങളുടെ പൊട്ടൻഷ്യാലിറ്റി മാക്സിമം ഉപയോഗിക്കുന്നത് എങ്ങനെ ഞാൻ പഠിപ്പിച്ചു തരും. മാക്സിമം ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളോട് ചില കമാൻഡ്സ് പറയണം. അതായത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് തിരിച്ചറിയണം. എന്നിട്ട് ആ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് കൊണ്ട് തന്നെ അത് പ്രഖ്യാപിക്കണം. ഞാൻ ഇപ്പോൾ ചത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ സംഭവം മരിച്ചിട്ടുണ്ട്, ഇങ്ങനെ ജീവിതമൊക്കെ ഇങ്ങനെ നിങ്ങൾ കണ്ണുമൂക്കൊക്കെ കാണുന്നുണ്ട്, പക്ഷെ റിയലി ഞാൻ മരിച്ചുപോയി. ഇതല്ലേ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മരിച്ചിട്ടാണ് എന്നതല്ലേ? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. മരിച്ചിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സ്പയറി അത് തിരിച്ചറിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും? നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി അല്പസമയം നിങ്ങൾ മാറ്റിവെക്കും. അത് നിങ്ങളോട് കൊടുത്ത കമാൻഡ്മെന്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വൈസ് പീപ്പിൾ ആവാൻ വേണ്ടിയിട്ട്, ഒരിക്കലും ഇന്റലിജൻസ് പീപ്പിൾ അല്ല. ഇപ്പൊ ഇന്നത്തെ ഈ ക്ലാസ് ഒന്നുകൂടി കേൾക്കണം, നോട്ട്സ് എഴുതണം. ഇയാൾ പറഞ്ഞത് ഭയങ്കര കാര്യമാണല്ലോ, മനസ്സിലാവണം. അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് സ്ലോലി പ്രാക്ടീസ് ചെയ്ത് നോളജ് ആയിട്ട് മാറും. അങ്ങനെ നോളജ് ആയിട്ട് മാറുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് പരാജയപ്പെടും. മനസ്സിലായില്ലേ? ഒരുപാട് പരാജയപ്പെടും. പക്ഷെ പരാജയപ്പെടുമ്പോഴും നിർത്താതെ, കാറ് പല സ്ഥലത്തും മതിൽ ചാരും, ചിലപ്പോൾ ഒരാളെ കുത്താൻ വേണ്ടി പോകും, ചിലപ്പോൾ മരത്തിലിടിക്കും. നിർത്തരുത്. അവിടെ നിർത്തിയാൽ അതോടുകൂടി പഠിച്ചെടുത്തോളൊക്കെ പോയി. ഒരു തവണ ലൈസൻസിന് ടെസ്റ്റിന് കൊടുത്തു, ഫെയിലായി. രണ്ടാമത് ഫെയിലായി, ഇയാൾ പോകുന്നില്ല, നിനക്ക് നഷ്ടം. കണ്ടിന്യൂ. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവസാനം എന്ത് ചെയ്യും? ഇത് നമ്മുടെ കയ്യിൽ വരും. അപ്പോഴാണ് വിസ്ഡം. അതുകൊണ്ടാണ് ബിസിനസ്സിലൊക്കെ വിജയിച്ച ആളുകൾ വിജയിക്കാൻ കാരണം, അവരെപ്പോഴും മൂവ് ചെയ്യാൻ കാരണം, അവർ വൈസ് പീപ്പിൾ ആണ്. അവർ അവരുടെ വിസ്ഡത്തിന്റെ മേലിലാണ് പണിയെടുക്കുന്നത്. അതാണ് സംരംഭം വിജയിക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് സംരംഭം വിജയിക്കാനുള്ള കാരണം. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നോ യുവർ എക്സ്പയറി ഡേറ്റ്. നിങ്ങളുടെ കാലാവധി ഡേറ്റ് നിങ്ങൾ അറിയുക. അപ്പൊ നിങ്ങളുടെ കാലാവധി ഡേറ്റ് അറിയുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മൈ ഡിയർ ഫ്രണ്ട്സ്? നിങ്ങളുടെ കാലാവധി ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായി. നിങ്ങളുടെ കാലാവധി ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് ഓടുന്നത് എന്ന് മനസ്സിലായ ആളുകൾ. കാലാവധി കഴിഞ്ഞെങ്കിൽ ഇന്നലെ ചെയ്ത പ്രവൃത്തിയിൽ നിന്നും വ്യത്യസ്തമായത് ഇന്ന് ചെയ്തെങ്കിലേ എനിക്ക് രണ്ടാമത് റീചാർജ് ആവൂ എന്ന് തിരിച്ചറിഞ്ഞു. നിങ്ങൾ 2 കമാൻഡായി ഇപ്പൊ നിങ്ങളോട് കൊടുത്തത്. ഒരുപാട് കമാൻഡ്സുകളുണ്ട്. ആ കമാൻഡ്സിലൊക്കെ ഇപ്പൊ പറയാൻ സമയമില്ല. 2 എണ്ണം ഞാൻ പറഞ്ഞു. ഒന്ന്, സ്വയം നിയന്ത്രിക്കാൻ വേണ്ടി അല്പസമയം മാറ്റിവെക്കും ഞാൻ എന്ന കമാൻഡ് നിങ്ങൾക്ക് കൊടുത്ത്, നാളെയും നിങ്ങൾ രാവിലെ വെറുതെ കിടന്നുറങ്ങിയിട്ട് ഈ പരിപാടി ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ ആ പഴയ പൊട്ടൻ കിണറ്റിൽ തന്നെ ജീവിക്കും. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് മാത്രം. ചില ആൾക്കാരൊക്കെ എന്നെ വിളിക്കും, കരീം സാറെ എപ്പോഴാന്ന് കാണാൻ പറ്റുക, എത്ര പൈസ വേണമെങ്കിൽ തരാം, ഇഷ്യൂ ഞാൻ പറയും ഇഷ്യൂ മാറ്റി തരണം എന്നൊക്കെ പറയും. ഞാൻ പറയും മെഡിറ്റേഷനിൽ പങ്കെടുക്കണം. അതിനൊന്നും സമയമില്ല സർ.
കാരണം ഇത് നമ്മളോട് ചെയ്യുന്ന കാര്യം, വാക്ക്, അത് നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വില കൊടുക്കുന്നില്ല എന്നർത്ഥം. നമ്മൾ വേറൊരാള് നമ്മളോട് പറഞ്ഞു, എടോ ഞാൻ നാളെ 6 മണിക്ക് നിന്നെ കാണാൻ വേണ്ടി ഇന്ന സ്ഥലത്ത് വരും എന്ന് നമ്മളോട് പറഞ്ഞു. അയാൾ 6 മണിക്ക് വന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയും? 10 ആളോട് പറയും അവൻ ഒരു സ്ഥിരതയില്ലാത്തവനാണ്. 6 മണിക്ക് വരുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തവൻ 6 മണിക്കുണ്ടോ 7 മണിക്കുണ്ടോ അവൻ പറഞ്ഞ ഒരു വാക്കും വിശ്വസിക്കാൻ കൊള്ളില്ല. ഒരാൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മാർച്ച് 10-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ 5-ാം തീയതി നിനക്ക് ഞാൻ 1 ലക്ഷം രൂപ തരാനുള്ള ഞാൻ തിരിച്ചു തരാം നിങ്ങളോട് പറഞ്ഞു. 5 ഉണ്ടോ 10 ഉണ്ടോ 15 കഴിഞ്ഞിട്ടുണ്ടോ പൈസ കിട്ടുന്നില്ല. നമ്മളൊരു 10 ആളോട് പറയാൻ തുടങ്ങും, അവന്റെ വാക്കിന് ഒരു വിലയില്ല. എടോ മൈ ഡിയർ ഫ്രണ്ട്സ്, അയാളുടെ വാക്കിനല്ല നിങ്ങൾക്ക് എന്ത് വിലയാണ് കൊടുക്കുന്നത്? പിന്നെയല്ലേ വേറുള്ളവർക്ക് കൊടുക്കുന്നത്? അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മെനി പീപ്പിൾ ഹു ബിക്കം സക്സസ് ആഫ്റ്റർ കണ്ടിന്യൂസ് ഫെയിലിയർ. ഇങ്ങനെ ഇപ്പൊ കൊച്ചേസേബ് ചിറ്റിലപ്പള്ളിയെ നോക്കൂ, യൂസഫ് അലിയെ നോക്കൂ, എല്ലാവരും അങ്ങനെ തന്നെ പരാജയപ്പെട്ട് 1991 മൈക്രോസോഫ്റ്റ് തുടങ്ങുന്നത്. 91 96 അതിന്റെ 10 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട് ബിൽ ഗേറ്റ്സ് ഈ പരിപാടി. പരാജയം 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 10 വർഷം കഴിഞ്ഞ ഒരു ചെറിയ രൂപത്തിൽ വിജയത്തിലോട് പോകാൻ തുടങ്ങിയത്. അതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഹാപ്പി പാർക്ക് ഒരു കോഴ്സ് തുടങ്ങിയ സമയത്ത് ആദ്യം എന്താ ഉണ്ടായിരുന്നത്? ഒരൊറ്റ കോഴ്സ്. പലപ്പോഴും ഹോട്ടൽസിലൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ ആ ഹോട്ടലിലെ ബില്ല് പേ ചെയ്യാൻ പോലും പങ്കെടുത്ത ആൾക്കാർ പൈസ തരുമായിരുന്നില്ല. ഫസ്റ്റ് സെഷൻസിൽ നമ്മൾ തന്നെ കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തുകൊണ്ട് എത്രയോ പ്രോഗ്രാം മുമ്പ് കാലത്ത് ഒരു 10 വർഷം മുമ്പൊക്കെ നടത്തിയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പൊ അവിടെ ഇത് നടക്കില്ല. നമ്മുടെ ഉള്ളിൽ ആ സംഭവം ഉള്ളത് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് നിരന്തരമായിട്ട് എത്ര ദിവസമായി മെഡിറ്റേഷനുകൾ? 1000 ദിവസമായി, 1000-ഓളം ദിവസമായി. അപ്പൊ തിരിച്ചറിയേണ്ടത്, ഇന്റലിജൻസ് പീപ്പിൾ നെവർ ഡു ലൈക്ക് ദിസ്. ഇന്റലിജൻസ് പീപ്പിൾ ഈ രൂപത്തിലൊന്നും ആക്ട് ചെയ്യില്ല പ്രിയപ്പെട്ടവരെ. They will continue eat and drink and continue their daily life. അവർ തീറ്റയും കുടിയുമായിട്ട് അവരുടെ ഡെയിലി ലൈഫ് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും എന്നതല്ലാതെ അവര് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ പുതിയ ഒരു തലത്തിലോട് പോവേണ്ടതുണ്ട്, അതിന് ഞാൻ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേൾക്കണം, പഠിക്കണം, പുതിയ സ്കില്ല് നേടണം. പുതിയ സ്കില്ല് ജസ്റ്റ് കേട്ടാൽ പോരാ, കേട്ടത് ഞാൻ പേപ്പറിലോട്ട് മാറ്റുമ്പോൾ ഇൻഫർമേഷൻ ആവും. എൻ്റെ ലൈഫിലോട്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ മുതൽ ഈ ഇൻഫർമേഷൻ പതുക്കെ 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 നോളജ് ആയിട്ട് മാറും. നോളജ് ആകുന്നതിനിടയ്ക്ക് ഒരുപാട് വെട്ടും കുത്തും അടിയും തിരിച്ചടിയും കിട്ടിയേക്കാം. പക്ഷെ അത് കിട്ടി, അത് ഫോളോ ചെയ്ത് നോളജായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് അത് വിസ്ഡമായിട്ട് മാറും. നോളജ് ആയാൽ പിന്നെ നമ്മൾ ആ നോളജിൽ കുറെ കാലം അങ്ങ് പോകുമ്പോൾ ആ നോളജ് പിന്നെ എന്തായിട്ട് മാറും? വിസ്ഡമായിട്ട് മാറും. അപ്പോ വിജയിച്ച ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് സംരംഭത്തിലാവട്ടെ എന്തിലാവട്ടെ, വിജയിച്ച ആളുകളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ വൈസ് പീപ്പിൾ ആണ്. എന്തുകൊണ്ട് വൈസ് പീപ്പിൾ? അവർ പ്രവർത്തിക്കുന്നത് അവരുടെ വിസ്ഡത്തിന്റെ മുകളിലാണ്. എങ്ങനെ അവർക്ക് ആ വിസ്ഡം കിട്ടി? ആദ്യം അവർക്ക് കിട്ടിയത് ഡാറ്റയായിരുന്നു. പിന്നീട് അവർ അത് ഇൻഫർമേഷനോട് കൺവേർട്ട് ചെയ്തു. പിന്നീട് ഇൻഫർമേഷൻ അവർ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്ലൈ ചെയ്യണം. EFT ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ട്. EFT ക്ലാസ് പങ്കെടുത്ത് EFT അപ്ലൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്ത ആരുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പ്രതികരിക്കാം. മൈ ഡിയർ ഫ്രണ്ട്സ്, EFT ക്ലാസ്സിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലേ? യെസ് ഓർ നോ? അത് അപ്ലൈ ചെയ്തത് കൊണ്ടല്ലേ റിസൾട്ട്, അതല്ലാതെ ആ ക്ലാസ് കേട്ടത് കൊണ്ട് റിസൾട്ട് കിട്ടുമോ? യെസ് ഓർ നോ? പ്ലീസ് സേ ലൗഡ്ലി. യെസ് ഓർ നോ? മൈക്കിൽ പറഞ്ഞ മൈ ഡിയർ ഫ്രണ്ട്സ്. ഉച്ചത്തിൽ പറഞ്ഞേ. റിസൾട്ട് കിട്ടിയത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞ ക്ലാസ് കേട്ടത് കൊണ്ടാണോ? കേട്ടത് കൊണ്ടല്ല, അപ്ലൈ ചെയ്തപ്പോൾ. അപ്ലൈ ചെയ്ത് കുറെ കഴിയുമ്പോൾ ആ വിഷയത്തിൽ ഒരു വയസ്സായിട്ട് നമ്മൾ മാറും. ആ വയസ്സായിട്ട് മാറിയാൽ അതോടുകൂടി നമ്മുടെ ലൈഫ് മാറും. ഇതെന്നാണ് മറ്റൊന്നുമില്ല. അപ്പൊ ട്രഷർ എന്താ? ഈ ട്രഷർ എന്ന് പറയുന്ന കോഴ്സ് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഈ കോഴ്സിൽ പങ്കെടുക്കുന്നതിന് മുമ്പും
പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ 2 രൂപത്തിലോട്ട് മാറിയോ ഇല്ലയോ? പ്ലീസ് സേ യെസ് ഓർ നോ. അതിന് തുല്യമായിട്ടുള്ള ഒരു നോളജ്, അതിന് തുല്യമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള അറിവുകൾ എവിടുന്നും കിട്ടില്ല. ഒന്ന് പറഞ്ഞ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതുവരെ പ്രതികരിക്കാത്ത ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ പറയൂ. ട്രഷറിൽ നിങ്ങൾ പങ്കെടുത്ത് അതിന്റെ അപ്ലൈ ചെയ്യണം. അതാ ഞാൻ എല്ലാ ദിവസവും, ഇന്നലെയും ട്രഷർ കഴിഞ്ഞു, ഏകദേശം 2-2.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു. അത് വല്ലാത്തൊരു സംഭവമാണ്. ഒന്ന് പറഞ്ഞ മൈ ഡിയർ ഫ്രണ്ട്സ്, അത് അപ്ലൈ ചെയ്തത് കൊണ്ടല്ലേ മാറ്റം ഉണ്ടായത്? യെസ് ഓർ നോ? ചെറിയ മാറ്റമാണോ ട്രഷർ അപ്ലൈ ചെയ്തപ്പോ ഉണ്ടായത്? യെസ് ഓർ നോ? ചെറിയ മാറ്റമാണോ ഉണ്ടായത്? ഒരിക്കലും ഒരിക്കലും ചെറിയ മാറ്റമല്ല ഉണ്ടായത്, വലിയ മാറ്റം ഉണ്ടായത്. അതിന് കാരണം, അതിൽ ഞാൻ പറയുന്നത് എന്റെ വിസ്ഡമാണ്. അത് നിങ്ങളുടെ വിസ്ഡമാക്കി മാറ്റണമെങ്കിൽ ഈ പ്രോസസ്സിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് അതിനുള്ള സമയം നൽകി നിങ്ങളെയും ഇതിൽ ഒരു വിസ്ഡം സിദ്ധിച്ച ഒരു വ്യക്തിയാക്കി മാറ്റുക എന്ന പണിയാണ് ഞാൻ ചെയ്തത്. അപ്പൊ മാറ്റം ഉണ്ടായി. വിചാരിച്ച കാര്യങ്ങൾ നടക്കാൻ തുടങ്ങി. ലൈഫിൽ കംപ്ലീറ്റ്ലി ഞങ്ങൾ കണക്കെടുത്തു. ആരെങ്കിലും അത് പ്രാക്ടീസ് കൃത്യമായി ചെയ്യുന്നില്ല എങ്കിൽ പണമൊന്നും നമുക്ക് വേണ്ട, ഫീസൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് റിസൾട്ടാണ്. നിങ്ങൾ വിസ്ഡത്തിലോട്ട് പോകുന്നില്ലേ, എന്നാൽ ഇപ്പൊ നിങ്ങൾ സമയമായിട്ടില്ല, അടുത്തതിൽ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളുകളെ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യും. ഇതില്ലെങ്കിൽ കാര്യമില്ല പ്രിയപ്പെട്ട. കാരണം അവനവനെ കൊണ്ട് നമ്മൾ ഒരു കമ്മിറ്റ്മെന്റ്, ഒരു കമാൻഡ് പറഞ്ഞിട്ട് ആ കമാൻഡ് നമ്മൾ നടപ്പാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ പുല്ലുവില നമുക്ക് നാട്ടുകാരെ വെറുതെ കുറ്റം പറയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ദിവസവും ഒരു പുതിയ മേനായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും. ഒരു 5 വർഷം മുമ്പ് എന്റെ ക്ലാസ് കേട്ട ആൾക്കാർക്ക് അറിയാം, ഞാൻ ഒരുപാട് മാറി. ഞാൻ കേൾക്കുന്ന എല്ലാ കാര്യവും. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് മനനം ചെയ്യാനും ഡാറ്റ ഇൻഫർമേഷൻ ആക്കുവാനും, ഇൻഫർമേഷനെ പ്രാക്ടിക്കൽ ലെവലോട് കൊണ്ടുവന്ന് നോളജ് ആക്കുവാനും, ഈ നോളജിനെ വിശദമാക്കുവാനും സാധിച്ചത് കൊണ്ടാണ് ഇത്രയും കോഴ്സ് കേരളത്തിൽ ഒരുപക്ഷെ മറ്റൊരു ട്രെയിനർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത അത്രയും വിശാലമായ കോഴ്സുകൾ, അല്ലെങ്കിൽ ഡീപ്പായിട്ട് ആളുകളുടെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ നിരന്തരമായിട്ട് ഒരു ദിവസവും ഒഴിവില്ലാതെ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടും തീരാത്ത രൂപത്തിലോട്ട് പോകുവാനുള്ള കാരണം, ഞാൻ എനിക്ക് നൽകുന്ന കമാൻഡ്മെന്റുകൾ ഞാൻ പാലിക്കുന്നത് കൊണ്ടാണ്. അത് പാലിക്കാതിരുന്ന ആൾക്കാരൊക്കെ പോയി. ഞാൻ 5 വർഷം മുമ്പുള്ള ഒരാളല്ല. എല്ലാ ദിവസവും ഇപ്പൊ ട്രഷർ എന്ന കോഴ്സ് ഇന്നലെ ക്ലാസ് നടന്നു. ഇനി അടുത്ത ബാച്ചിൽ അത് ഒന്നും കൂടി മെച്ചപ്പെട്ട് കുറേയും കൂടി വ്യക്തമായിട്ടായിരിക്കും പറയുക. അതിനടുത്ത ക്ലാസ്സിൽ മാറ്റം ഉണ്ടാവും. EFT തന്നെ പല ക്ലാസ്സിലും നിങ്ങൾ പങ്കെടുത്തു. ഒരു ക്ലാസ്സിനെ പോലെ ഒരിക്കലും അടുത്ത ക്ലാസ് ആവില്ല. അതിലൊരു 40% പുതിയ കാര്യങ്ങൾ ഉണ്ടാവും. മാത്രമല്ല, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പുതിയ രൂപത്തിലായിരിക്കും അവതരിപ്പിക്കുക. ഒരു സെഷനും സെയിം അല്ല. ഡ്രസ്സിംഗിൽ മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു, വേ ഓഫ് സ്പീക്കിംഗ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോ ഇതാണ് ഒരു സംരംഭകൻ സ്ട്രെസ് ഫ്രീ ആയി ജീവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യം. ഞാൻ ഇതിന് ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ദിവസമാവാം. അതായത് ഒരു വ്യക്തി അയാൾക്ക് തന്നെ കൊടുക്കുന്ന കമാൻഡ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമാൻഡ്മെന്റ്, നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് ഡിക്ലെയർ ചെയ്യുക. ഞാൻ എന്റെ എക്സ്പയറി ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അയാൾ പിന്നെ അടങ്ങി നിൽക്കില്ല. അങ്ങനെ ഒരു വ്യക്തി അയാൾ മാറിക്കഴിഞ്ഞാൽ, അയാളുടെ പാഷനൊത്ത് ഒരു ബിസിനസ് അയാൾ ചെയ്തു കഴിഞ്ഞാൽ ആ ബിസിനസ് വിജയിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രെയിനിങ് നമ്മൾ നടത്തിയിട്ടുണ്ട്, ഇനിയും നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ 2 കാര്യം മാത്രമാണ്. ഒന്ന്, നിങ്ങളുടെ നിയന്ത്രണം നിങ്ങളെ കയ്യിൽ വരാൻ വേണ്ടി അല്പസമയം എല്ലാ ദിവസവും ചെലവഴിക്കുക. 2, നിങ്ങളുടെ എക്സ്പയറി ഡേറ്റ് തിരിച്ചറിയുക. ഇന്റലിജൻസ് പീപ്പിൾ ആവാതിരിക്കുക, വൈസ് പീപ്പിൾ ആയിട്ട് മാറുക. വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റലിജൻസ് ആൻഡ് വൈസ് പീപ്പിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്റലിജൻസ് പീപ്പിൾ എല്ലാം അറിയാം, പക്ഷെ അവരൊരു ആക്ഷൻ എടുക്കില്ല. വൈസ് പീപ്പിൾ അവർ ആക്ഷൻ എടുക്കുന്നത് കൊണ്ട് തന്നെ അവർ വൈസ് ആയിട്ട് മാറുന്നു, അവർക്ക് വിസ്ഡം കിട്ടുന്നു. കാരണം വിസ്ഡം കിട്ടണമെങ്കിൽ നമ്മൾ കേൾക്കുന്ന ഓരോ കാര്യവും കേവലം ഡാറ്റ മാത്രമാണ്.
അത് പേപ്പറിലോട്ട് മാറ്റുമ്പോൾ ഇൻഫർമേഷൻ ആവുന്നു. അത് ലൈഫിലോട്ട് മാറ്റുമ്പോൾ നോളജായി മാറുന്നു. നോളജ് കുറെ കഴിയുമ്പോൾ വിസ്ഡമായി മാറുന്നു. ആ വിസ്ഡം വെച്ചുകൊണ്ടാണ് ഓരോ ബിസിനസ്മാൻമാരും വിജയിച്ചവരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പരാജയപ്പെട്ടവരൊക്കെ ഇന്റലിജൻസ് മാത്രമാണ്, അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അവരെ കൊണ്ട് ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയില്ല, അവരെ കൊണ്ട് കുടുംബം വിജയിപ്പിക്കാൻ കഴിയില്ല, അവരെ കൊണ്ട് ഈ നാടിനോ അതല്ലെങ്കിൽ ഈ ലോകത്തിനോ പ്രത്യേകിച്ച് നന്മ ചെയ്യുവാനോ അവർക്ക് സാധ്യമല്ല. അവര് തന്നെ കഷ്ടിച്ച് ജീവിച്ചു പോവാണ്. അവരെ കൊണ്ട് ഒരാൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. എന്നാൽ ഗുണമുണ്ടാവില്ലെങ്കിൽ ദോഷമുണ്ടാവുക അതുണ്ടാവുകയും ചെയ്യും. അതാണ് ഇന്റലിജൻസ് പീപ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പീപ്പിളായിട്ട് മാറാതിരിക്കുക, ഒരു വൈസ് പീപ്പിളായിട്ട് മാറുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന് അടുത്തൊരു സെഷൻ ബാക്കി കുറച്ച് കമാൻഡ്സ്മെന്റ് നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അത് പിന്നീട് ഒരു ദിവസം നമ്മൾ ഡിക്ലെയർ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും 6 മണിക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ മെഡിറ്റേഷൻ ക്ലബിൽ പങ്കെടുക്കുവാൻ റെഡിയാണോ? യെസ് ഓർ നോ? പ്ലീസ് സേ യെസ് ഓർ നോ. ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകൾ പുതിയ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞേ? പുതിയ ആളുകൾ ടൈപ്പ് ചെയ്തേ. പുതിയതായിട്ട് വന്ന എത്ര ആളുകളുണ്ട്? പ്ലീസ് ടൈപ്പ്. പുതിയതായിട്ട് വന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊന്ന് ടൈപ്പ് ചെയ്തേ. പ്ലീസ് ടൈപ്പ്. പുതിയ ആൾക്കാരൊന്ന് ടൈപ്പ് ചെയ്തേ. മീ 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 എന്ന് പറഞ്ഞാൽ മതി, എന്നാലും മതി. പുതിയ ആൾക്കാർ. ഓക്കെ ഓക്കെ, നിങ്ങളൊക്കെ ചെയ്യേണ്ടത് ഇത് തന്നെയാണ്. നിങ്ങൾ ഈ കാര്യം നിങ്ങളെ കൊണ്ട് പറഞ്ഞു, നാളെ നേരം വെളുത്തിട്ട് അയലൊന്നും വലിയ കാര്യമില്ലേ, കഴിഞ്ഞു. മനസ്സിലായോ? അപ്പോ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു ദിവസം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇറ്റ് ഈസ് ടൈം ഫോർ യുവർ ഡൗട്ട്സ്. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ലേ? യെസ് ഓർ നോ? ഇനി ഒരു കാര്യം മനസ്സിലായി, ഇത്രയും നാൾ മരിച്ചു ജീവിക്കുമായിരുന്നു മനസ്സിലായി സാറേ. ഇനി ജീവിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്ന് നിങ്ങളുടെ മേൽ അപ്ഡേഷൻ തുടങ്ങിയോ മഞ്ജു, നിങ്ങൾ എന്ന് നിങ്ങളുടെ മേൽ അപ്ഡേഷൻ തുടങ്ങിയോ അന്ന് മുതൽ നിങ്ങളുടെ ലൈഫ് മാറി തുടങ്ങി. യെസ് ഓർ നോ? യെസ് ഓർ നോ? അതായത് ഇപ്പൊ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ പങ്കെടുത്തു, അതുകൊണ്ട് ജീവൻ വെക്കാൻ തുടങ്ങി. മെഡിറ്റേഷൻ പങ്കെടുത്തു, ജീവൻ വെക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും സാറേ. മറ്റുള്ള ഇന്നത്തെ ശരിക്കും പറഞ്ഞാൽ ജീവിച്ചു മരിക്കുമായിരുന്നു, നമ്മൾ മരിച്ചോണ്ട് ജീവിക്കുമായിരുന്നു. ഇപ്പൊ നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചു. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഇതല്ലേ സത്യം മൈ ഡിയർ ഫ്രണ്ട്സ്? ഇതല്ലേ സത്യം? ഇത് മാത്രമാണ് സത്യം. ക്ലാസ് ഒരിക്കലും അതിന്റെ റെക്കോർഡിംഗ് കിട്ടാൻ സാധ്യതയുണ്ടോ? നോക്കാം. എനിക്കൊരു വ്യക്തത വന്നിട്ടില്ല സാർ. ഈ എക്സ്പയറി ഡേറ്റ് തിരിച്ചറിയാന്ന് പറഞ്ഞില്ലേ സാർ, അതൊന്നും കൂടെ ഒന്ന് എന്താന്ന് പറയാൻ പറ്റും? എനിക്കെന്തോ എക്സ്പയറി ഡേറ്റ് തിരിച്ചറിയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ എക്സ്പയറി ഡേറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഹീലിംഗ് മാസ്റ്ററിലോട്ട് പങ്കെടുത്തത്. എക്സ്പയറി ഡേറ്റ് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷനിൽ പങ്കെടുത്തത്. എക്സ്പയറി ഡേറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സൗദ ബഷീർ നിങ്ങൾ എന്തിലോട് പ്രവേശിച്ചത്? EFT പങ്കെടുത്തത്. അതിൽ പങ്കെടുത്തോടുകൂടി നിങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. കാരണം നേരത്തെ നിങ്ങൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് കൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനത്തിനൊന്നും ഒരു ഗുണം ഉണ്ടാവാതിരുന്നത്. നമ്മുടെ എക്സ്പയറി ഡേറ്റ് എക്സ്പയറി ഡേറ്റ് അറിയാൻ വേണ്ടി നമ്മുടെ പ്രവർത്തികളെ പറ്റി ഒന്ന് ചിന്തിച്ചാൽ മതി. അത് മതി. അതായത് സൗദ ബഷീർ നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതായത് ഈ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, അപകടമാണോ ഉണ്ടാവുന്നത്? എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയാത്തവരാണ് മഹാഭൂരിപക്ഷം ആളുകളും. നിങ്ങൾ ഇതിൽ വന്നപ്പോ എല്ലാ അർത്ഥത്തിലും ലൈഫിന് മാറ്റമുണ്ടായില്ലേ സൗദ ബഷീർ? യെസ് ഓർ നോ? തീർച്ചയായും. ഞാൻ EFT 2 ചെയ്തു സാറേ. മനസ്സിലായി, എനിക്കറിയാം. ഐ നോ യു. നിങ്ങളുടെ സുഹൃത്തുമൊക്കെ എറണാകുളത്ത് വന്നത് എനിക്ക് എപ്പോഴും എന്റെ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അതല്ലേ? ഞാൻ അങ്ങനെ മറന്നു പോകുന്ന ആളൊന്നല്ല കേട്ടാ. നിന്റെ അടുത്ത് ഉറങ്ങിപ്പോയി.
ശരി, അതേപോലെ തന്നെ ഒത്തിരി ആൾക്കാർക്ക് പറയാനുണ്ടാവും. ലൈഫിൽ മാറ്റമുണ്ടായ ആൾക്കാർ ഒരുപാട് ആൾക്കാരില്ലേ? യെസ് ഓർ നോ? നല്ല മാറ്റം ഉണ്ടായിരുന്നു. താങ്ക് യു. അതെ സാർ, അതെ അതെ അതെ. ഒരുപാട് മാറ്റങ്ങൾ. കാരണം എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അതേപോലെ തന്നെ 1-2 കാര്യം പറയാനുള്ളത്. നമ്മള് ഏപ്രിൽ 5-ന് EFTയുടെ ഓൺലൈൻ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ലോകത്തിന്റെ ഏത് ഭാഗത്തും അത് അറ്റൻഡ് ചെയ്യാം. നിങ്ങളെ കൂടെ ഒരു മെന്റർ ഉണ്ടാവും. ഏപ്രിൽ 21-ന് EFTയുടെ ഓഫ്ലൈൻ പ്രോഗ്രാം എറണാകുളത്ത് വെച്ച് നടക്കുന്നുണ്ട്. മെയ് 1 ട്രഷറിന്റെ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒന്നും നോക്കണ്ട, എല്ലാം നിങ്ങൾ അപ്ഡേഷന് വേണ്ടി ചെയ്തോളൂ. അപ്പൊ നിങ്ങൾക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് വിസ്ഡം കിട്ടും. വിസ്ഡം കിട്ടുമ്പോ പിന്നെ നിങ്ങൾക്ക് വെച്ചടി കാറ്റ്. ഒരു സംശയം. സോ മുഴുവൻ ആളുകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു ദിവസം ചെയ്യാം. അത് നമ്മൾ അനൗൺസ് ചെയ്യും. അന്ന് ഇതിന്റെ ബാക്കി വേറെയും ചില കമാൻഡ്മെന്റുകൾ നമ്മളോട് കൊടുക്കേണ്ടതുണ്ട്. അത് നമ്മൾ അടുത്ത സെഷൻസുകൾ പറയും. സോ ഇന്ന് നമുക്ക് ഈ സെഷൻസ് ഇവിടെ ഓക്കെ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. പക്ഷെ നമ്മുടെ ആശയങ്ങൾ താങ്ക് യു സാർ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. രാജേഷ് സാർ എന്താ പറഞ്ഞ മനസ്സിലായില്ല? രാജേഷ് സാർ എന്ത് പറഞ്ഞു? ജീവിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആശയങ്ങളെ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞു. അതാണ് നമുക്ക് മനസ്സിലായത്. ജീവിക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ആശയങ്ങളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. അത് തന്നെയാണ് സത്യം. അതിന് ജീവൻ വെക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് ഹാപ്പി പാർക്കും സംവിധാനങ്ങളും ഒക്കെ തിരിച്ചറിയാൻ ഇനിയും വൈകും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാലും ഇത് തന്നെയല്ല. ഓക്കെ, മുഴുവൻ ആളുകളും നന്ദി അറിയിക്കും. പറയൂ സനീഷ്. സാറ് ഞങ്ങള് ഫസ്റ്റ് 1 ഇയർ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് ഭയങ്കര ഗ്രോത്ത് ആയിരുന്നു സാറേ. അപ്പൊ എല്ലാരും അതിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അതിലങ്ങനെ ഭ്രമിച്ചിരുന്നിട്ട് സെക്കൻഡ് ഇയർ ആയിരുന്നപ്പോ ആ ലെവലിൽ തന്നെ നിൽക്കുക. അപ്പൊ അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ സാർ? ഉറപ്പല്ലേ? ഒരു ക്ലാപ്പ് കൊടുത്തേ ഇയാൾക്ക്. ഇദ്ദേഹം പറഞ്ഞു വളരെ സന്തോഷം. അതായത് ഗ്രോത്ത് വന്നപ്പം ഞാൻ ഈ ഗ്രോത്ത് മാസ്റ്ററി എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, ഒരു ക്ലാസ് ഉണ്ട്. ഞാൻ അടുത്ത ഈ ഒരു ആഴ്ച തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഗ്രോത്ത് എങ്ങനെ അനായാസം ഉണ്ടാവും, സക്സസ് എങ്ങനെ ഉണ്ടാവും, അത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു സംശയമില്ല, അപ്ഡേഷൻ ഇല്ലാത്തത് കൊണ്ടാണ്. അത് കറക്റ്റാണ്, മാറ്റണം. ഓക്കെ, ശരി. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കും. താങ്ക് യു.